യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3 ആകെ എത്ര വാക്യങ്ങൾ? 36. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3 ഒന്നാമത്തെ തലക്കെട്ട് യേശുവും നിക്കോദേമോസും. യോഹന്നാൻ 3:1 പ്രകാരം നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ആരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു? ഫരിസേയരുടെ. നിക്കോദേമോസ് യേശുവിനെ കാണാൻ വന്നത് എപ്പോൾ? രാത്രിയിൽ. രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നത് ആര്? നിക്കോദേമോസ്. യോഹന്നാൻ 3:2 പ്രകാരം നിക്കോദേമോസ് യേശുവിനെ സംബോധന ചെയ്തത് എന്ത്? റബ്ബി. എന്ത് അറിയുന്നു എന്നാണ് നിക്കോദേമോസ് യേശുവിനോട് പറഞ്ഞത്? അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന്. അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആര് ആരോട് പറഞ്ഞു? നിക്കോദേമോസ് യേശുവിനോട്. ആര് കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് യേശുവിനോട് നിക്കോദേമോസ് പറഞ്ഞത്. ദൈവം കൂടെയില്ലെങ്കിൽ. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കാൻ കഴിയുകയില്ല? അടയാളങ്ങൾ പ്രവർത്തിക്കാൻ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് എന്ത് കാണാൻ കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത്? ദൈവരാജ്യം. പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? ആര് ആരോട് പറഞ്ഞു? നിക്കോദേമോസ് യേശുവിനോട്. അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് എന്ത് കഴിയുമോ എന്നാണ് നിക്കോദേമോസ് യേശുവിനോട് ചോദിച്ചത്. ജനിക്കുവാൻ കഴിയുമോ? ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും എവിടെ പ്രവേശിക്കുക സാധ്യമല്ല? ദൈവരാജ്യത്തിൽ. എന്ത് പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട എന്നാണ് യേശു പറയുന്നത്? വീണ്ടും ജനിക്കണമെന്ന്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ എന്ത് നീ കേൾക്കുന്നു എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത്? ശബ്ദം. എന്ത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. കാറ്റ്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? നിക്കോദേമോസ്. നീ ഇസ്രായേലിലെ ആരല്ലേ എന്നാണ് യേശു നിക്കോദേമോസിനോട് ചോദിച്ചത്? ഗുരുവല്ലേ. ഞങ്ങൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നു എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത്? അറിയുന്നവയെപ്പറ്റി. ഞങ്ങൾ എന്തിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് യേശു പറയുന്നത്? കണ്ടവയെപ്പറ്റി. ഞങ്ങളുടെ എന്ത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? സാക്ഷ്യം. എന്തു കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് യേശു ചോദിക്കുന്നത്? ഭൗമിക കാര്യങ്ങളെപ്പറ്റി. ആരല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാണ് യേശു പറയുന്നത്? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ എവിടെ കയറിയിട്ടില്ല? സ്വർഗത്തിൽ. ആരാണ് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? മോശ. മോശ മരുഭൂമിയിൽ എന്താണ് ഉയർത്തിയത്? സർപ്പത്തെ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആരും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു? മനുഷ്യപുത്രൻ. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത്? തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. തന്നിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:14 പ്രകാരം പൂരിപ്പിക്കുക. നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ആര് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു? മനുഷ്യപുത്രൻ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്തു പ്രാപിക്കുന്നതിന് വേണ്ടി എന്നാണ് യേശു പറയുന്നത്? നിത്യജീവൻ. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം എന്തു ചെയ്തു? സ്നേഹിച്ചു. ആര് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. പിന്നെ എന്തിനായിരുന്നു? അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്തിന് വിധിക്കപ്പെടുന്നില്ല? ശിക്ഷയ്ക്ക്.
എന്ത് ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രകാശം എവിടേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നാണ് യേശു പറയുന്നത്. ലോകത്തിലേക്ക് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ആര് പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്? മനുഷ്യർ. ആരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു എന്നാണ് യേശു പറയുന്നത്? മനുഷ്യരുടെ. എന്തു പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു? തിന്മ പ്രവർത്തിക്കുന്നവൻ. മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കാൻ കാരണമെന്ത്? അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെ വെറുക്കുന്നു? പ്രകാശത്തെ. തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്ത് വരാത്തത് എന്തുകൊണ്ട്? അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന്. എന്തു പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു? സത്യം. സത്യം പ്രവർത്തിക്കുന്നവൻ എവിടേക്ക് വരുന്നു? വെളിച്ചത്തിലേക്ക്. ആരുടെ പ്രവൃത്തികളാണ് ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നത്? സത്യം പ്രവർത്തിക്കുന്നവൻ്റെ.